റാഫേൽ യുദ്ധവിമാനത്തെ പ്രശംസിച്ച് പാകിസ്ഥാൻ വ്യോമസേന. ഇന്ത്യയോട് കളിച്ചാൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് പാകിസ്ഥാനിലെ ഓരോ നേതാക്കളും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ചൈന റാഫേൽ യുദ്ധവിമാനങ്ങളെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമസേന ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുറച്ചുനാൾ മുൻപ് വരെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും യുദ്ധവിമാനങ്ങളെ കുറിച്ചും പാകിസ്ഥാനിൽ വിമർശനങ്ങൾ ഉന്നയിച്ചവർ തന്നെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് വെളിപ്പെടുത്തി പിന്നീട് രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ വിജയകരമായി തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിൽ ഇന്ത്യ ഉപയോഗിച്ചത് അത്യാധുനിക റഫേൽ വിമാനങ്ങളായിരുന്നു. ഇന്ത്യ ഉപയോഗിച്ച ഈ യുദ്ധവിമാനത്തെ പാക് സൈന്യവും ഷഹബാസ് ഷെരീഫും വിമർശിക്കുകയും 3 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി അവകാശപ്പെടുകയും ചെയ്തുവെങ്കിലും അത് നിർമ്മാതാക്കളായ ഫ്രാൻസിലെ ഡസോൾട്ട് കമ്പനി തന്നെ പൊളിച്ചടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇപ്പോൾ റഫാൽ യുദ്ധവിമാനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമസേന. പാകിസ്ഥാൻ എയർ വൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദാണ് പത്രസമ്മേളനത്തിൽ റഫാൽ യുദ്ധവിമാനത്തെ പ്രശംസിച്ചത്. റഫാൽ എന്നത് ഒരു മോശം വിമാനമാണെന്നത് ശരിയല്ല. റഫാൽ അത്രയും ശക്തമാണ്. ശരിയായി ഉപയോഗിച്ചാൽ വളരെ ശക്തമായ വിമാനം, മാർഷൽ ഔറംഗസീബ് പറഞ്ഞതാണ്. ഇന്ത്യയുടെ ഏറ്റവും നവീകരിച്ച യുദ്ധവിമാനത്തെ പാകിസ്ഥാൻ പ്രശംസിക്കുന്നത് സാധാരണ കാര്യമല്ല. പാകിസ്ഥാൻ എയർ വൈസ് മാർഷൽ തന്നെ റഫാലിനെ പ്രശംസിച്ചതിന് നിരവധി കാരണങ്ങളുമുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് റഫാൽ പാകിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയെ പോലെ ഖത്തറിന് 36 റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ റഫാലിന്റെ കരുത്ത് പാക് സൈന്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. റഫാലിന്റെ വേഗം മണിക്കൂറിൽ 1912 കിലോമീറ്റർ ആണ്. ഒറ്റ പറക്കലിൽ 3700 കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ. എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് റഫാൽ. മിക്ക ആധുനിക ആയുധങ്ങളും റഫാലിൽ ഘടിപ്പിക്കാനാകും. അസ്ട്ര, സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിന്റെ ടെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് ഇന്ത്യയുടെ റഫാൽ ജെറ്റിന്. രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും ഇതിനുണ്ട്. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാൽ ആയിരുന്നു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈന പാകിസ്ഥാന് നൽകിയ HQ-9P, HQ-16FE എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർത്തിരുന്നു. പാകിസ്ഥാൻ ചൈനയിൽ നിന്നും YLC-8E, YLC-2 എന്നീ റഡാർ സംവിധാനങ്ങളും വാങ്ങിയിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം നിർവീര്യമാക്കിയാണ് ഇന്ത്യയുടെ സുഖോയ് 30 MK-1 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈൽ വർഷിച്ചത്. HQ-9P എന്ന ചൈനയുടെ ലോങ് റേഞ്ച് ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. HQ-16FE ആകട്ടെ മീഡിയം റേഞ്ച് ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ചൈനയുടെ റഡാറുകൾക്കോ ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾക്കോ ഈ ബ്രഹ്മോസ് മിസൈലിനെ അടിച്ചിടാനായില്ലെന്നതാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ തോൽക്കാൻ കാരണമായത്. ഇതോടെ പാകിസ്ഥാന് ചൈനയോടുള്ള ബഹുമാനം നന്നേ കുറഞ്ഞിട്ടുണ്ട്. ഈ നാണക്കേട് മറയ്ക്കാനാണ് ചൈനയുടെ J-10C എന്ന യുദ്ധവിമാനം ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടെന്ന വ്യാജ പ്രചരണം ചൈന അഴിച്ചുവിട്ടത്. ഇന്ത്യയിൽ ഇത് ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും റെഡിയായിരുന്നു. എന്നാൽ ചൈനയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് യഥാർത്ഥ റഫേൽ വിമാനങ്ങളെ അല്ല. റഫേൽ യുദ്ധവിമാനങ്ങളുടെ വാലിൽ കെട്ടിയിരുന്ന റഫേലിന്റെ സിഗ്നലുകൾ വിട്ടുന്ന വ്യാജ സംവിധാനത്തെയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. റഫാലിന്റെ വ്യാജനെ ഇന്ത്യ സൃഷ്ടിച്ചത് ഇസ്രായേലിന്റെ സഹായത്തോടെയാണെന്ന് പറയുന്നു. പാകിസ്ഥാന്റെ റഡാറുകൾക്ക് അരികിലെത്തിയാൽ ഒറിജിനൽ റഫാൽ യുദ്ധവിമാനത്തിന്റെ സിഗ്നലുകൾ ഓഫാകും. പകരം വാലിൽ കെട്ടിയ ഈ വ്യാജ സംവിധാനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ മാത്രമാണ് പുറത്തു പോയിരുന്നത്. അതോടെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനയുടെ റഡാറുകൾ തെറ്റായി നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈനയുടെ തന്നെ മിസൈലുകൾ ഈ വ്യാജ സംവിധാനത്തെയാണ് അടിച്ചിട്ടത്. യഥാർത്ഥ വിമാനത്തെ ിരുന്നെങ്കിൽ ചൈനയുടെ ഉപഗ്രഹങ്ങൾ അതിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തുവിട്ടേനെ. ഇന്ത്യയുടെ സൈനിക വിന്യാസം വരെ ചൈനയുടെ ഉപഗ്രഹങ്ങൾ സൂക്ഷ്മമായി ഒപ്പിയെടുത്തത് തത്സമയം പാകിസ്ഥാന് നൽകിയിരുന്നതാണ്. അതിനർത്ഥം റഫാലിനെ വെടിവെച്ചിട്ടു എന്നത് വ്യാജ വാർത്തയെന്നാണ്. എന്തായാലും ചൈനയുടെ നാണക്കേടുകൾ മറയ്ക്കാനായിരുന്നു 3 റഫാലുകൾ വെടിവെച്ചിട്ടെന്ന നുണപ്രചാരണം നിരവധി വെബ്സൈറ്റുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ചൈന നടത്തിയത്. ഇതിന് പിന്നിൽ ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്ക് വിപണി പിടിക്കുക, ഇന്ത്യയുടെ ബ്രഹ്മോസ് അഴിയിൽ നിന്നുള്ള നാണക്കേട് മറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു. ചൈനയെ അമിതമായി വിശ്വസിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനവും ഉയരുകയാണ്. ഷഹബാസ് ഷെരീഫാണ് ചൈനയിൽ സന്ദർശനം നടത്തിയ ചൈനയുമായുള്ള സൈനിക സഹകരണം ശക്തമാക്കിയിരുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഫീൽഡ് മാർഷലായി ഉയർന്ന അസീം മുനീർ ശക്തനാവുകയാണ്. അദ്ദേഹം ട്രംപുമായി ചേർന്ന് പാകിസ്ഥാന്റെ കടിഞ്ഞാൺ കയ്യിലേന്താനുള്ള ശ്രമങ്ങളിലാണ്. ഇതോടെ ചൈനയുടെ പാകിസ്ഥാനിലുള്ള പിടി എല്ലാ അർത്ഥത്തിലും അയയുമെന്ന നില വന്നിരിക്കുകയാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ ചൈനയുടെ അന്തകനായി കൂടി മാറുമോ എന്ന് അറിയാൻ അല്പനാൾ കൂടി കാത്തിരിക്കും.
കാത്തിരുന്നാൽ മതിയാകും. 2020 മെയ് മാസത്തിൽ ആദ്യ റഫാൽ വിമാനം ഫ്രാൻസിൽ നിന്നും ഇന്ത്യയിലെത്തി. 2022ഓടെ 36 വിമാനങ്ങളും. 36 റഫേലിന്റെ വില 58,000 കോടി രൂപയാണ്. ഒരു വിമാനത്തിന് ആദ്യം നിശ്ചയിച്ച വില 570 കോടി രൂപയാണ്. പക്ഷേ ഇത് ഇന്ത്യക്ക് ആവശ്യമായ യുദ്ധസജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഇല്ലാത്ത റഫേലിന്റെ അടിസ്ഥാന വിലയാണ്. പൂർണ്ണ യുദ്ധസജ്ജമായ ഒരു റഫേലിന്റെ വില 1,670 കോടിയാണ്. ലഡാക്ക് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള എന്നീ പ്രദേശങ്ങളിൽ നിന്നും പറന്നുയരാനുള്ള എഞ്ചിൻ കരുത്ത്, ശത്രുവിന്റെ സ്ഥാനങ്ങൾ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഇസ്രായേൽ നിർമ്മിത അത്യാധുനിക സെൻസറുകൾ, 2.5 ടൺ ഭാരമുള്ള ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഭാരം കൂടിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി, വായുവിൽ നിന്നും വായുവിലേക്കും കരയിലേക്കും ആക്രമണം നടത്താൻ പറ്റിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും റഫേലിനുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.